ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് ഹൈലൈറ്റ് മാളിലോട്ട് വന്നേക്കാണ്. ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എജുമാറ്റിന്റെ പ്രോഗ്രാം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതെ, അവരുടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മള് കുറെ പേരെല്ലാരും കൂടെ അവിടെ ഇരുന്നിട്ട് കാണുമായിരുന്നു അല്ലെ. നമ്മളൊരു ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇവര് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ പറയുന്നവർക്ക് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഹൈലൈറ്റ് മാളുടെ ഒരു ഗെയിമിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി. അപ്പം പാപ്പും അമ്മയും കൂടെ കുറച്ച് സമയം കളിച്ചു. ഞാൻ കൊറേ ട്രൈ ചെയ്ത് നോക്കി. ഇടയ്ക്ക് അതിൽ മറിഞ്ഞു കെട്ടി വീണു. പക്ഷെ ഈ ഒരു കട്ടയിൽ എണീക്കാൻ ഭയങ്കര പണിയാണ്. സ്പോഞ്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല, വീണാലൊന്നും പ്രശ്നമില്ല. പക്ഷെ പാപ്പു അതിന്റെ അടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അല്ലെ. അത് കുട്ടികൾക്ക് പറ്റില്ല, ചെറുതിന്. കുറച്ച് അത്ര ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചെടുക്കുക. എനിക്ക് പറ്റില്ല. ഞങ്ങൾ എല്ലാരും പതുക്കെയാണ് എണീക്കാൻ പറ്റുന്നേ. പിന്നെ ഞാൻ ഇതിന് മുകളിലൊന്ന് കേറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പാപ്പുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പാപ്പുവിന് പറ്റില്ല. വയസ്സായാൻ തൊട്ടാണ് പിന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള എത്ര നേരം നമ്മൾ കളിക്കുന്നോ ആ ടൈം നോക്കിയിട്ട് ഇവരിതിൽ കേട്ടുള്ളൂ. എങ്ങനെയാ വെച്ചാൽ പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ടൈം കഴിയുന്നതിന് മുന്നേ പറ്റില്ല. ഞാൻ ആദ്യം ഓർത്തു നീ താഴെ വീഴുന്നു. ഞാൻ ടെൻഷനായി. പക്ഷെ എനിക്ക് കേറാൻ പറ്റിയില്ലേ. പിന്നെ എനിക്ക് ആ മുകളിലെത്തിയപ്പോ ഞാൻ അയ്യോ ഇനി എന്താ ചെയ്യാ. അപ്പൊ ഇവര് കാല് പിടിക്കുന്ന പറയാ അയ്യോ എന്നായിപ്പോയി. അപ്പം പക്ഷെ അവരെ കാല് പിടിച്ചിട്ട് അങ്ങ് വലിച്ചു. നീ അപ്പൊ ഒന്ന് പേടിച്ചു അല്ലേ. നന്നായിട്ട് പേടിച്ചു. നോക്കിക്കോ. അപ്പൊ ഞാൻ ഇങ്ങനെ കേറിട്ട് കാല് പിടിച്ചു. ഒറ്റ വലിയ വലിച്ചു. അയ്യോ നീ ഒറ്റ ഇതിന് താഴെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ കഴിഞ്ഞ പാട് പാപ്പുവിന്റെ ആവശ്യം പാപ്പുവിന് കയറണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നിട്ട് അവള് എന്താണ് ഒരാള് പറയാതെ ജസ്റ്റ് ഒന്ന് പോയൊക്കെ നോക്കി. പക്ഷെ അവര് സമ്മതിച്ചു. അതെ, പിന്നെ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതിലും പാപ്പ ഇടയ്ക്ക് വീഴും. പക്ഷെ പാപ്പുവിന് ടെൻഷൻ എന്താ വെച്ചാൽ അയ്യോ വീണല്ലോ എന്നുള്ള കരയായിരുന്നു. എന്നാൽ ഇതില് കൊറേ ചാടുന്നൊക്കെ ഉണ്ട്. ഞാനും കൊറേ ചാടി. പക്ഷെ നല്ല മ്യൂസിക് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവക്ക് എന്താണ് കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര പണിയാണ്. അവര് വെച്ചാൽ അവര് എത്ര അവരുടെ ഇതില് ഇതേപോലെ ഒന്നും ചാടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു. നമ്മളെ ക്രിസ്മസ് രാത്രിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ മെരി ക്രിസ്മസ്. അപ്പം ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയാണ് സരോവരം പാർക്കിലോട്ട് വന്നേക്കാണ്. ബാബു ഹലോ പറയും. ഹലോ പറയും. അപ്പോൾ നമ്മൾ കളിക്കുന്ന ആ ഒരു പാർക്കിലോട്ടാണ് പോകുന്നത്. എവിടെ അതാ ഇങ്ങോട്ട് നോക്ക്, കാണുന്നില്ല നിന്നെ. അവിടെയാണ് നമ്മൾ പാർക്ക് കണ്ടതോടെ ആമി പിന്നെ സൈലന്റ് ആയില്ല. ആമി പിന്നെ കാണുന്ന ഓക്കെ. അടിപൊളി സ്ഥലമല്ലേ ആമി? ഒരുപാട് കളിച്ചൊന്നുമില്ല അവിടെ. മഴയൊക്കെ അല്ല, സോറി, വെയില് കൂടുതലാണ് അതുകൊണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ വുഡിന്റെ ഇതൊക്കെ ചെയ്തല്ല ഭംഗിയുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ പാപ്പ നമ്മളോട് തെറ്റിയിട്ട് പോവാട്ടോ. വീണ്ടും ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് തരാം. ബൈ.